നല്ല വിളഞ്ഞ പപ്പായ കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നാലിത് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാമെന്ന്. നമ്മുടെ പപ്പായ മരത്തിൻ്റെ പേരെന്താ, ഓമയിൽ നിന്നുണ്ടായ പപ്പായ തന്നെയാണിത് കേട്ടോ. നമ്മൾ തന്നെ നല്ല വിളഞ്ഞ സമയത്ത് ഞാനിത് പറിച്ചു വെച്ചു. പിന്നെ ഇത് ഇച്ചിരി കൂടെ പഴുക്കാനുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അമ്മയുടെ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഇന്നത് മുറിച്ചത്. പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു മുറിക്കണ്ടെന്ന് തോന്നിയത്. ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വന്നത്. ഈ പപ്പായ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല. പച്ച പപ്പായയെക്കാളും പഴുത്ത പപ്പായയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡയബറ്റീസിന് ബെറ്ററാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ ആഹാരമൊക്കെ ദഹിക്കാൻ ബെറ്ററാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒരു പപ്പായ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പപ്പായ യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് നല്ല നിറം വെക്കാൻ വേണ്ടി പപ്പായ യൂസ് ചെയ്യാം. പപ്പായ ഫേഷ്യൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഒരുപാട് അസുഖത്തിനൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് മീൻസ് ഒരു പ്രിവെൻഷനാണ് പപ്പായ. ഈവൻ ക്യാൻസർ പോലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം പപ്പായ കഴിച്ചാൽ. ഈ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പായ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു വിഷവും ഒന്നും അതിലടങ്ങിയിട്ടില്ല. നമുക്ക് നല്ല കണ്ണുമടച്ച് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മളെ വീട്ടിലുണ്ടാകുന്ന പപ്പായ. ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. നമുക്കൊരു ഇച്ചിരി സ്ഥലമുണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് പപ്പായ കിട്ടും. അതേപോലെ തന്നെ പച്ച പപ്പായ പറ്റിയ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ പച്ച പപ്പായ കഴിക്കുന്നത് ഡോക്ടറുടെ ഉപദേശത്തിനനുസരിച്ച് മാത്രമേ ആകാവുള്ളൂ കേട്ടോ. അല്ലാതെ ഈ പച്ച പപ്പായയുടെ പുറത്തെ സ്കിന്നില്ലേ, ആ സ്കിന്നും അതേപോലെ ആ കറയും ഒക്കെ ധാരാളം സ്കിൻ ഡിസീസിനെ, അതായത് നമ്മുടെ റൗണ്ട് വേം ഡിസീസ്, വട്ടച്ചൊറി എന്ന് പറയും, ഇതിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് സാധാരണ പപ്പായ അല്ല. സാധാരണ പപ്പായയ്ക്ക് ഒരു മഞ്ഞ നിറമാണ്. ഈ പപ്പായ നമ്മൾ മുറിച്ചപ്പം നല്ല ഓറഞ്ച് നിറമാണ് കണ്ടത് കേട്ടോ. ഇത് വേറെ എന്തോ ഒരു ബ്രീഡാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ബോട്ടിൽ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ പപ്പായ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഈ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ പപ്പായ മേടിച്ച് കഴിച്ചു തുടങ്ങിക്കുക കേട്ടോ. ഇപ്പം മേടിച്ച് കഴിക്കുന്ന പപ്പായക്കകത്ത് കുരു ഉണ്ടെങ്കിലും ഒട്ടും സമയം കളയാതെ അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് നട്ട് വെച്ചാൽ